നമ്മുടെ കർത്താവും ഗുരുവുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 13 മുതൽ 16 വരെ. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. 13 വാക്യത്തിൽ നാം കാണുന്നത് യേശു കർത്താവിൻ്റെ അടുക്കൽ ചിലർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. സാധാരണ നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ പഠനം, ഭാവി ജീവിതം അനുഗ്രഹമാകേണ്ടതിന് യേശു കർത്താവ് അവരെ കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിനാണ് കുഞ്ഞുങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. എന്നാൽ ആ വാക്യത്തിൽ തന്നെ നാം കാണുന്ന ഒരു കാര്യം ശിഷ്യന്മാർ അവരെ ശാസിക്കുന്നു എന്നതാണ്. പലപ്പോഴും നാമും ഈ ശിഷ്യന്മാരെ പോലെയാണ്. ഉദാഹരണത്തിന്, യേശുവിനെ അറിയണം എന്ന ആഗ്രഹത്തോടെ പലപ്പോഴും ആളുകൾ ചില സംശയങ്ങളൊക്കെ നമ്മോട് ചോദിച്ചിട്ടുണ്ടാവാം. യേശുവിൻ്റെ അടുക്കലേക്ക് അവരെ നയിക്കുന്നതിന് പകരം നാം എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എപ്പോഴും കൃത്യമായി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ ഭാരത്തിലും മനപ്രയാസത്തിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടേണ്ടതിന് പകരം അവരുടെ പ്രശ്നം പൂർണ്ണമായി മനസ്സിലാക്കാൻ പോലും മനസ്സില്ലാതെ എല്ലാം ശരിയാവും എന്ന് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള അവരുടെ അവസരങ്ങൾ പലപ്പോഴും നാം പാഴാക്കി കളഞ്ഞിട്ടില്ലേ? പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് ശിഷ്യന്മാർ അവരെ ശാസിക്കുന്നതായിട്ടാണ്. എന്നാൽ 14 വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറയുന്നതായി നാം കാണുന്നു. യേശു കർത്താവ് ശിശുക്കളെ അവൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുക മാത്രമല്ല, അവിടെ ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പറയുകയും ചെയ്യുന്നു. ഈ സംഭവത്തിലൂടെ യേശു കർത്താവ് നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയുകയാണ്, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ അതിൽ കടക്കയില്ല. എങ്ങനെയാണ് ശിശു എന്ന പോലെ, ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളുന്നത്? ശിശുക്കളുടെ പ്രത്യേകതകൾ നമുക്കറിയാം. അനേകം പ്രത്യേകതകൾ ശിശുക്കൾക്കുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട 2 പ്രത്യേകതയാണ്. ഒന്ന് നിഷ്കളങ്കത, 2 നിസ്സഹായത്വം. നിഷ്കളങ്കത നമുക്ക് വളരെ സുപരിചിതമായ ഒരു പ്രത്യേകതയാണ്. ശിശുക്കൾ മറ്റുള്ളവർ പറയുന്നത് വളരെ വേഗത്തിൽ വിശ്വസിക്കുകയും അത് ചിന്തിക്കാതെ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവക്കാരാണ് എന്ന് നമുക്കറിയാം. അവരുടെ മനസ്സിൽ കളങ്കമോ കാപട്യമോ ഇല്ല എന്നും നമുക്കറിയാം. എന്നാൽ എന്താണ് ഈ നിസ്സഹായത്വം എന്ന് പറയുന്നത്? അതായത് പരസഹായം അവരെപ്പോഴും തേടുന്നവരായിരിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, കുറച്ച് നടന്ന് കഴിയുമ്പോൾ അമ്മയോട് എടുക്കുവാൻ ആംഗ്യം കാണിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? വിശന്നു കഴിഞ്ഞാൽ കരയുവാനല്ലാതെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരു നിസ്സഹായത്വം നാം കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട്. 15 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളുക എന്നുള്ള ആശയമാണ് നാം കാണുന്നത്. ഫുള്ളി ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്, ഫുള്ളി അക്സെപ്റ്റിംഗ് ദ പ്രൊവിഷൻസ് ആൻഡ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവമായ കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുക. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ കരുതലിലും കൃപയിലും അങ്ങേയറ്റം ആശ വെക്കുകയും ചെയ്യുന്നവരായിരിക്കണം നാം. 16 വാക്യത്തിൽ നാം വായിക്കുന്നു, പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. നാം 13 വാക്യത്തിൽ കണ്ടു, ശിഷ്യന്മാർ അവരെ ശാസിച്ച് അകറ്റുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ 16 വാക്യത്തിൽ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചതായി നാം കാണുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകി തരുവാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹങ്ങൾ തടയുവാൻ ആര് ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇഫ് ജീസസ് വാണ്ട്സ് ടു ബ്ലെസ് us, no one else can restrict it from us. നമ്മുടെ ചിന്ത വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്
നാം ഇന്ന് പഠിച്ചത്. 3 കാര്യങ്ങൾ വളരെ പ്രധാനമായും നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. 1, മറ്റുള്ളവരെ യേശുവിങ്കലേക്ക് നയിക്കുകയാണ് നമ്മുടെ ദൗത്യം. ശിഷ്യന്മാരെ പോലെ മറ്റുള്ളവരെ തടുത്തു നിർത്തുവാനല്ല, മറിച്ച് ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. 2, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. റിസീവിങ് കിങ്ഡം ഓഫ് ഗോഡ് ലൈക്ക് എ ചൈൽഡ്. 3, നാം ചിന്തിച്ചു, യേശു കർത്താവിന് നമ്മെ അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അതിനെ തടയുവാൻ ആർക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈ യേശു കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവെ, ഒരു ശിശുവിനെ പോലെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ അഹം മാറ്റിവെച്ച് നിഷ്കളങ്കരായി നിന്നെ സേവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തടസ്സമായി ആർക്കും നിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ സ്തോത്രം. നിന്നിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.